പഴകുളം മധു നമുക്കൊപ്പം ചേരുന്നുണ്ട്, റാന്നി MLA. ശ്രീ പഴകുളം മധു, നമുക്ക് 2018 എന്ത് സംഭവിച്ചോ അതിന് സമാനമായ അവസ്ഥ റാന്നിയിൽ ഉണ്ടായി എന്നതാണ്. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നഗരത്തിൽ നിന്ന്, പക്ഷേ നാശനഷ്ടവും വെല്ലുവിളിയും അതിഗുരുതരമാണ്. എന്താണ് നമുക്ക് ചെയ്യാനാവുക? ഈ വെള്ളക്കെട്ട് വീണ്ടും ഒരു മഴ പെയ്താൽ വീണ്ടും വെള്ളം പോകുന്ന അവസ്ഥ മാറ്റേണ്ടതില്ലേ? 2018 ഇതിന് സമാനമായ ഒരു ഭയാനകമായ സാഹചര്യമാണ് റാന്നിയിൽ ഉണ്ടായത്. 2018 എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് അന്ന് ഡാമുകൾ തുറന്നു വിട്ട് ചെളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നിരുന്നു. ആ ദുരന്തം ഇത്തവണ ഉണ്ടായില്ല. ഇത് വെള്ളത്തിന്റെ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് പരിഹരിച്ചു. വെള്ളത്തിന്റെ കാര്യം പരിഹരിച്ചു. ഇനിയിപ്പോ ഡാമുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഡാമുകളുടെ ചെളി ഇവിടെ വന്ന് അന്ന് വീടുകളിലും കടകളിലും കയറി ആ ചെളി നീക്കം ചെയ്യുന്നതിന് ഇർക്കൂലും ടാസ്കായി. ഇത്തവണ വെള്ളം കയറി വ്യാപാര സ്ഥാപനം ഒട്ടേറെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കണം. അതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. 2018 വലിയ പ്രളയമുണ്ടായി, ഒരു പാഠവും പഠിച്ചില്ല. 18 ശേഷം എത്ര വർഷം പോയി? 8 വർഷങ്ങൾ പോയില്ലേ? ഈ 8 വർഷക്കാലവും റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടിയും ആരും ചെയ്തില്ല. ഇനി അത് പറ്റില്ല. റാന്നിയിൽ അടിക്കടി ചെറിയ മഴയുണ്ടായാൽ പ്രളയം ഉണ്ടാകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം. അതിന് പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം. സംസ്ഥാന മുഖ്യമന്ത്രി താങ്കൾക്ക് എന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടോ ഇത് സംബന്ധിച്ച നിർദ്ദേശം? ഉണ്ട്. എനിക്ക് തീർച്ചയായിട്ടും നിരവധി പ്രപ്പോസലുകളുണ്ട്. അതെല്ലാം ഞാൻ ഈ സമയത്ത് പറയാൻ സാധിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പമ്പയാറിൽ വെള്ളം പൊങ്ങുമ്പോഴാണ് റാന്നി ടൗണിലേക്കുള്ള ഈ വെള്ളത്തിന്റെ പാച്ചിലുണ്ടാകുന്നത്. അതുകൊണ്ട് പമ്പയാറിൽ അങ്ങനെ വെള്ളം പൊങ്ങാൻ കാര്യം പമ്പയാറിലെ മണലും ചെളിയും മണൽ പുറ്റും അത് വളർന്ന് അതവിടെ അതിന്റെ ഒരു വെള്ളത്തിന്റെ കാരിയും കപ്പാസിറ്റിയുടെ പകുതി മാത്രമേ ഇപ്പൊ പമ്പയാർ താങ്ങാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഡാമുകൾ, റാന്നി നിയോജകമണ്ഡലത്തിലെ 3-4 ഡാമുകളിൽ മണൽ നിറഞ്ഞിരിക്കുകയാണ്. ആ ഡാമുകളുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയും അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും മാറണം. ഇത് രണ്ടും, ഡാമുകളിലെ ചെളിയും മണലും പമ്പയാറിലെ ചെളിയും മണലും, അതുപോലെ ചെറിയ തോടുകളും ശുചീകരിച്ച് വെള്ളമൊഴുക്ക് സ്വതന്ത്രമാക്കി മാറ്റിയാൽ റാന്നി ടൗണിലേക്ക് നിരന്തരമുണ്ടാകുന്ന ഈ ഗുരുതരമായ ഡാമിലെയും നദിയിലെയും മണൽ മാരി നീക്കൽ വലിയ വിവാദമുണ്ടാക്കിയ വിഷയമാണ്. ആ ഒരു ആർജവം കാട്ടേണ്ടി വരും. നിങ്ങളൊക്കെ വലിയ മുമ്പ് എതിർപ്പ് ഉയർത്തിയ വിഷയങ്ങൾ കൂടിയാണത്. ഇല്ല, ഞങ്ങളായാലും അതിന് എതിർപ്പ് ഉയർത്തിയിട്ടില്ല. അതിന് പരിസ്ഥിതി പഠനം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിസ്ഥിതി ആഘാത പഠനത്തിന് ഇനി കാത്തിരിക്കേണ്ടതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കാരണം മനുഷ്യജീവനാണല്ലോ, അവരുടെ സ്വത്താണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് അതിനൊന്നും ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇവരെല്ലാം റാന്നിയിലെ പ്രശ്നം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. എല്ലാ സഹായവും നൽകാമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യവും ഞങ്ങൾ ശക്തമായി മുൻപോട്ട് പോകും. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നിരന്തരമായ സമ്മർദ്ദവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. സാഹചര്യം. വളരെ നന്ദി ശ്രീ പഴകുളം മധു പ്രതികരിച്ചത്. അദ്ദേഹം റാന്നി MLA. അവിടെ എന്തായാലും ഈ തരത്തിൽ നമ്മൾ മീനച്ചിലാറിൽ കണ്ടതുപോലെ തന്നെ നദികളിലെ ജലനിരപ്പാണ് പ്രശ്നം. എല്ലാവരും ഡെപ്ത് കുറയുന്നതാണ്. അതുകൊണ്ട് മണൽ മാറ്റണം, ഡാമുകളിലെ മാറണം. ഈ ഒരു പ്രശ്നം കേരളത്തിൽ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ തർക്കത്തിൽപ്പെട്ടും വിവാദങ്ങളിൽപ്പെട്ടും പലപ്പോഴും ഈ പദ്ധതി നടക്കാതെ പോകുന്നു എന്നാണ് സാഹചര്യം. ധനമന്ത്രിയായിരിക്കെ തോമസ് ഐസക് മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. ആ ആശയം ഇതുവരെയും നടപ്പിലാകാൻ വെല്ലുവിളികൾ നിരവധി എന്നതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.